ക്ഷേത്രത്തിലെ പ്രശ്നവിധി അനുസരിച്ച് ഹരിനാരായണനെ നാടുകടത്തിയ വിവരം അറിഞ്ഞ സുമംഗല അതീവ ദുഃഖിതയായി. അവനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ കഴിച്ചുകൂട്ടിയ അവൾ രാത്രിയിൽ എപ്പോഴോ അവന്റെ സാമീപ്യം അറിയുന്നു. പ്രണയസുരഭിലമായ നിമിഷങ്ങൾ കടന്നുപോകവേ മുറിയുടെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് സുമംഗല ഞെട്ടിയുണർന്നു. തുറന്നു കേൾക്കുക. ഞെട്ടി എഴുന്നേറ്റ സുമംഗല കട്ടിലിൽ പരതി. എവിടെ? ഹരിയേട്ടൻ എവിടെ? എന്നാൽ അവിടം ശൂന്യമായിരുന്നു. സുബോധം തിരിച്ചു കിട്ടിയ സുമംഗല അറിഞ്ഞു താൻ മനോഹരമായൊരു സ്വപ്നത്തിന്റെ പിടിയിലായിരുന്നുവെന്ന്. രാത്രി മുഴുവൻ ഹരിയേട്ടനെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് കിടന്നതിന്റെ ഫലം. സ്വപ്നത്തിലാണെങ്കിലും ലഭിച്ച ആ പ്രേമാർദ്ര നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് തുർത്തു. തമ്പ്രാട്ടി, എഴുന്നേൽക്കൂ, എത്ര നേരായി? വീണ്ടും വാതിലിൽ മുട്ടിക്കൊണ്ട് ബാല്യക്കാരിയുടെ വിളി. തീണ്ടാരി ആയതിനു ശേഷമുള്ള ദിവസങ്ങളിൽ എന്നും രാവിലെ മഞ്ഞൾ നീരാട്ടുള്ളതാണ്. അതിനുള്ള മഞ്ഞൾക്കൂട്ടുമായി ബാല്യക്കാരിൽ ഒരാൾ വന്ന് വിളിക്കുന്നതാണ്. ഇനി മഞ്ഞൾ നീരാട്ടും അഷ്ടഗന്ധധൂപം കൊണ്ടുള്ള ഒഴിയലും കഴിഞ്ഞ് മറ്റെന്തും ചെയ്യാൻ പറ്റും. സുന്ദരമായൊരു സ്വപ്നം നൽകിയ ആലസ്യത്തോടെ തന്നെ അവൾ വാതിൽ തുറന്നു. കൂട്ടുകിടന്ന ബാല്യക്കാരിയെയും വന്നവൾ വിളിച്ചുണർത്തി. മറപ്പുരയ്ക്കടുത്ത് മഞ്ഞൾ കൂട്ട് വെച്ച് ഇരിപ്പിടവും ഒരുക്കിയ ശേഷം സുമംഗലയുടെ വസ്ത്രം മാറ്റി. ബാല്യക്കാരുടെ മുന്നിൽ അർദ്ധനഗ്നയായി നിന്നപ്പോൾ പതിവില്ലാത്ത ഒരു നാണം അവളിൽ മുട്ടിട്ടു. മഞ്ഞൾ തേച്ചു പിടിപ്പിക്കുമ്പോൾ രാത്രി കണ്ട സ്വപ്നത്തിന്റെ പ്രതിഫലനമെന്നോണം അവളുടെ ശരീരം മുഴുവൻ പുളകം കൊണ്ട് പൂത്തുലഞ്ഞു. കുളിയും പ്രാർത്ഥനയും പ്രഭാത ഭക്ഷണവും കഴിച്ച് വീണ്ടും സുമംഗല മുറിക്കുള്ളിലായി. ഇനിയും 2-3 ദിവസം കൂടി കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റൂ. ഏകാന്തതയിൽ വീണ്ടും ചിന്തകൾ ഹരിയിലേക്ക് എത്തി. ഹരിയേട്ടന് തന്നോടുള്ള ഇഷ്ടം ആ നാവിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാനും അതിന് മറുപടിയായി തൻ്റെ മനസ്സ് തുറക്കാനും കൊതിച്ച് അന്ന് അമ്പലത്തിൽ പോകും വഴി ഹരിയെ കാണാതെ നിരാശയായി പോരേണ്ടി വന്നതുമെല്ലാം അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. എന്നാൽ അന്ന് വൈകുന്നേരം കാവിൽ തിരുവയ്ക്കാൻ പോയപ്പോഴാണ് ആമ്പൽക്കുളങ്ങരയിൽ ആ ആളെ കണ്ടത്. ആദ്യമൊന്ന് ഭയന്നു. എന്നാൽ ആളെ തിരിച്ചറിഞ്ഞതും ഭയം മാറി ആകാംക്ഷയായി. സുമംഗലയുടെ മനസ്സ് ആ ദിവസത്തിലേക്ക് കടന്നിരുന്നു. കുളക്കരയിൽ ആ രൂപം കണ്ട സുമംഗല ഒന്ന് പതറിയെങ്കിലും വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. ജിഷ്ണു അല്ലേ, വാരസേരുടെ മോൻ? അവളുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ജിഷ്ണു അടുത്തേക്ക് വന്നു. അതെ തമ്പുരാട്ടി. ജിഷ്ണു എന്താ ഇവിടെ? ഇന്നലെയും വന്നിരുന്നോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഉവ്വു തമ്പുരാട്ടി, ഞാൻ വന്നത്. അവൻ ചുറ്റും നോക്കി. അവന്റെ ആ പരുങ്ങലിൽ എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നി. പഴയ ഭയം വീണ്ടും അവളിലേക്ക് എത്തി. എന്താ ജിഷ്ണു, കാര്യം പറയൂ. അവൾ അക്ഷമയായി. തമ്പുരാട്ടി, ഞാൻ വന്നത് ഹരിയേട്ടൻ പറഞ്ഞിട്ടാണ്. ഹരിയേട്ടനോ? ആ, ഹരിനാരായണൻ ഇളയത്. ഹരിനാരായണൻ എന്ന പേര് കേട്ടതും അവൾ അടിമുടി പൂത്തുലഞ്ഞു. എങ്കിലും ആ മാറ്റം പുറത്തു കാണിക്കാതെ ആൾ കാര്യമെന്തെന്ന് അന്വേഷിച്ചു. പെട്ടെന്ന് ജിഷ്ണു അവന്റെ പോക്കറ്റിൽ നിന്നും മടക്കിയ ഒരു കവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. പരിഭ്രമം കൊണ്ട് അവളുടെ കൈകാലുകൾ വിറച്ചു. ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. ആരെങ്കിലും അന്വേഷിച്ചു വരികയോ ഇവിടെ ഇങ്ങനെ കാണുകയോ ചെയ്താൽ ദേവിയെ മുടി വയ്യ. തമ്പുരാട്ടി, ഇത് വാങ്ങ്, ഹരിയേട്ടൻ തന്നുവിട്ടതാണ്. ജിഷ്ണുവിന്റെ ഓർമ്മപ്പെടുത്തൽ അവളിൽ സ്ഥലകാല ബോധം തിരിച്ചു കൊണ്ടുവന്നു. എന്താ ഇത് ജിഷ്ണു? വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങിക്കൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. അത് തമ്പുരാട്ടി ഇല്ലത്ത് ചെന്നിട്ട് നോക്കിയാൽ മതി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ വേഗം സ്ഥലം വിട്ടു. തിരിച്ചില്ലത്തേക്ക് നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു. ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ. എങ്കിലും എത്രയും വേഗം ഇല്ലത്തെത്തി ആ കവറിലുള്ളത് എന്തെന്ന് നോക്കുവാനുള്ള അതിയായ ആകാംക്ഷയും ഒപ്പം വർദ്ധിച്ചു. ഒരു വിധത്തിൽ ഏട്ടന്മാരുടെ കണ്ണിൽപ്പെടാതെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. ജിഷ്ണു ഏൽപ്പിച്ച കവർ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് വാസുദേവൻ തമ്പുരാന്റെ മക്കളായ കാശിയും ചന്ദ്രവും വന്ന് വാതിൽ മുട്ടിയത്. എന്നും വൈകുന്നേരം അവരോടൊപ്പം കുറച്ചു നേരം കൂടാറുള്ളതാണ്. ഇന്നത് മറന്നു. കാണാത്തത് കൊണ്ട് വന്ന് വിളിക്കുന്നതാണ്. ജീവിതത്തിൽ ആദ്യമായി സുമംഗലയ്ക്ക് ആ കുട്ടികളോട് ദേഷ്യം തോന്നി. അത്രയധികം ആകാംക്ഷയോടെയാണ് ആ കവറിനുള്ളിൽ കാര്യങ്ങൾ അറിയാൻ അവൾ ഓടിയെത്തിയത്. അതിപ്പോൾ ഇങ്ങനെയായി. അല്ലെങ്കിലും രതിസുഖ സമയേ രോദനം പ്രിയമഭിതനയം ശപത്യഹോ ജനനി എന്നാണല്ലോ. പിന്നെ സുമംഗലയുടെ കാര്യം പറയണം. എങ്കിലും ദേഷ്യവും നിരാശയും മറച്ചുവെച്ച് അവൾ അവരോടൊപ്പം പോയി. കുട്ടികളോടൊപ്പം കളികളിൽ ഏർപ്പെടുമ്പോഴും ഏടത്തിയോടൊപ്പം ചെലവഴിക്കുമ്പോഴുമെല്ലാം അവളുടെ ചിന്തകൾ ആ കവറിനെ കുറിച്ചും അതിലെന്തായിരിക്കും എന്നുള്ളതുമായിരുന്നു. ഒരു വിധത്തിൽ അത്താഴം കഴിയുന്നത് വരെ അവരോടൊപ്പം കഴിച്ചുകൂട്ടി വേഗം മുറിയിലെത്തി.
മിടിക്കുന്ന ഹൃദയത്തോടെയാണ് അവൾ ആ കവർ തുറന്നത് അതിലുള്ള പേപ്പർ പുറത്തെടുത്തത്. തമ്പുരാട്ടി, അങ്ങനെ വിളിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. എങ്കിലും തിരിച്ചുള്ള പ്രതികരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങനെ വിളിക്കുന്നു. തുടർന്ന് ഹരിനാരായണന് സുമംഗലയോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത വിളിച്ചോതുന്ന പ്രണയാക്ഷരങ്ങൾ. വായിക്കും തോറും അവളുടെ മനസ്സിൽ ആയിരം ആയിരം ചന്ദ്രന്മാർ ഒരുമിച്ച് ചൊരിയുന്ന പൂനിലാവിൻ്റെ കുളിരും വശ്യതയും നിറഞ്ഞു തൂവി. ആ എഴുത്തിലെ പ്രണയമന്ത്രങ്ങൾ ഓരോന്നും ഒരുമിച്ച് ചേർന്നൊരു തെന്നലായി തൻ്റെ ശരീരമാകെ തഴുകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഒരു നിമിഷമെങ്കിലും അവനോടൊപ്പം ചിലവഴിക്കാൻ ഒരവസരത്തിനായി അവൾ മോഹിച്ചു. നാളെ വൈകുന്നേരം ജിഷ്ണുവിൻ്റെ കയ്യിൽ മറുപടി കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹരി കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഒരു മറുപടി എഴുതുമെന്നവൾ കുറേ ആലോചിച്ചു. വെറുതെ കടലാസിൽ എഴുതി കൊടുക്കുന്നതിലും അവൾ ആഗ്രഹിച്ചത് തൻ്റെ മനസ്സിലുള്ളത് അവനോട് നേരിട്ട് പറയാനാണ്. രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഹരിയെ നേരിട്ട് കാണാമെന്നും സംസാരിക്കാമെന്നുമുള്ള ആഗ്രഹത്തോടെ അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു.